കീഴ്വായു പോകലാണ് അശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ വുളു മുറിയാൻ അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടാകാനുള്ള ഒരു കാരണം കീഴ്വായു പോവുക. ഇതിന് വലിയൊരു വിശദീകരണം കൊടുക്കേണ്ടത്. കാരണം കീഴ്വായു പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പോകുന്നത് അസ്വാഭാവികമായി പോകും. സ്വാഭാവികമായി പോകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്യാസിൽ നിന്നത് ശബ്ദമോ ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ കണ്ട് സ്വാഭാവികമായി പോകുന്ന ഗ്യാസ്, അത് വുളു മുറിയുന്നതിന്റെ പരിഗണനയിലുള്ളതല്ല. അത് സ്വാഭാവികമായി പോകുക. ഒരാൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ വേണ്ടി വുളു എടുക്കാം, അത്ര. എന്നാൽ അസ്വാഭാവികമായി പോകുന്നത് വലിയ ശബ്ദത്തോടുകൂടെ ദുർഗന്ധത്തോടുകൂടെ പോകുന്നത്, ഇത് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വുളു എടുക്കേണ്ട അതേ പൊക്കമിൽ തന്നെ വുളു എടുക്കേണ്ടതാണ്. അപ്പൊ വുളു മുറിയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം അതാണ് ഹദീസിൽ നിന്നത്. ഒരു ഹദീസിൽ വന്ന കാര്യമാണ് കീഴ്വായുവിന്റെ പറഞ്ഞ ഒരു പരാമർശം. കീഴ്വായു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാലും നിൽക്കാത്ത വിധം ചിലപ്പോൾ ധാരാളമായി കീഴ്വായു പോയി വുളു ചെയ്താലൊന്നും അവർക്ക് നിൽക്കുന്നില്ല. അത്തരം ചില ആളുകൾ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ഘട്ടത്തിലാണ് നബിയോട് ചോദിച്ചത് കീഴ്വായു പോകുന്നു. പക്ഷെ എനിക്ക് പോയോ ഇല്ലേ സംശയം, കീഴ്വായു പോയോ ഇല്ലേന്ന് സംശയമുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ശബ്ദം കേൾക്കുകയോ സ്മെല്ല് വരികയോ ചെയ്യുന്നത് വരെ നീ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആ ഒരു വിഷയത്തിലാണ്. കീഴ്വായു പോയാലും ഒന്നും മുറിയാന്നല്ല, കീഴ്വായു പോയി ഉറപ്പുണ്ടോ ഒന്നും മുറി. പക്ഷെ സംശയം കീഴ്വായു പോയില്ലേ. അപ്പൊ ആ സംശയത്തിന്റെ പേരിൽ മാത്രം അവൻ നിസ്കാരത്തിന് ഒഴിഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പൊ പോയോ ഇല്ലെന്ന് ഉറപ്പിക്കാനുള്ള രണ്ട് മാർഗ്ഗമാണ്. ഒന്നുകിൽ സ്മെല്ല് ഉണ്ടാകും അല്ലെങ്കിൽ വാസന ഉണ്ടാകും. അതാണ് നബി പറഞ്ഞത്, ശബ്ദം കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ വാസന ഉണ്ടാകുന്നത് വരെ നീ പരിഗണിക്കേണ്ടതില്ല. അത് ഈ വസ്വാസം ഇങ്ങനെ പോയ സംശയത്തിനാക്കി വരിക, പിന്നെ വേണേ വസ്വാസ്. അപ്പൊ അത് വേണ്ട, ഒരു കാര്യം കണ്ട അങ്ങനെ തോന്നൽ നീ കാര്യമാക്കേണ്ടതില്ല. എനിക്ക് കീഴ്വായി പോയി ഉറപ്പായാൽ ഒതുമുറി കണക്കാക്കിയാൽ മതി. അതാണ് അതിന്റെ ആശയം. അത് വെച്ചുകൊണ്ട് കീഴ്വായി പോയാലും സ്മെല്ലില്ലെങ്കിൽ ഒതുമുറിയില്ല എന്നില്ല. കീഴ്വായി പോയി ഉറപ്പാണ്, സ്മെല്ലില്ല, വാസനയില്ല, സൗണ്ടില്ല, എന്നാ പിന്നെ പ്രശ്നമില്ല എന്ന് അർത്ഥമില്ല. അതാണ്. ഇപ്പൊ അതിലും പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ടാവും. മൂത്രവാർച്ച പോലെ വാസിലൂടെ ചോദ്യങ്ങൾ കാണാം. അപ്പൊ മൂത്രവാർച്ച ഇങ്ങനെ നിരന്തരമായി മൂത്രം പോകുന്നു, ഉദവ് ചെയ്താലും പിന്നെ മൂത്രം പോകും. അങ്ങനെ എന്ന പോലെ കീഴ്വായു കൂടെ പരീക്ഷിക്കപ്പെട്ട ആൾ എങ്ങനെ ഉദവ് ചെയ്ത് വന്നാലും അയാൾ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പിന്നെ പോവുകയാണ്, അയാൾ കൂടി കഴിയുന്നില്ല. അവിടെ വിരുമാസൊക്കെ പറഞ്ഞു ഒരു കാര്യം കണ്ട നിവൃത്തില്ല. അയാൾ ഉദവ് ചെയ്യുന്നത് എത്രയും വേഗം പോയി അയാൾക്ക് അപ്പോൾ മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമാണ് എന്ന് വിധി കൊടുത്തത് കാണാൻ കഴിയും. അല്ലാതെ കീഴ്വായു പോയാൽ ഉദവ് മുറിയില്ല എന്ന് ഒരിക്കലും ഇതിൽ നിന്ന് ആരും അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞിട്ടില്ല.